നിങ്ങളുടെ മനസ്സിൽ എന്തോന്നാ വിചാരിച്ചോണ്ടിരിക്കുന്നത്? കെട്ടുപ്രായം കഴിഞ്ഞിരിക്കുന്ന ഒരു പെണ്ണിന്റെ തന്തയാ, എന്നിട്ടാ തല്ലുകൂടാൻ പോയിരിക്കുന്നത്. എടി ചുമ്മാതിരി, കുറെ നാളായി ഞാൻ അവനിട്ട് രണ്ട് പൊട്ടിക്കണോന്ന് വിചാരിക്കുന്നതാ. എന്നിട്ടാ നാണമില്ലാതെ തല്ലും പഠിച്ചു വന്നിരിക്കുന്നത്. എടി ഇത് തല്ലിയതല്ലടി, ഞാൻ കറങ്ങി അടിച്ചപ്പോ എന്റെ കൈ തന്നെ എന്റെ മേല് കൊണ്ടതാ. കറങ്ങിയടി എന്റെ ഞാനിടത്തി ഒന്ന് കാണേണ്ടതായിരുന്നു അയ്യപ്പൻ ചേട്ടന്റെ അഭ്യാസ പ്രകടനം. ഒരു കൈ വന്ന് നടന്നാൾക്ക് വേണ്ടി ഞാൻ വിചാരിച്ചില്ല പിന്നെ ജീവിക്കുമെന്ന്. എടാ അതെന്റെ ഏത് കൈയാണെന്നറിയാമോ? എന്റെ ഈ വലത്തെ കൈ. കൈ പോയി. അയ്യപ്പൻ ചേട്ടന്റെ അഭ്യാസി അല്ലയോ? അതെ അതെ. ഇവൻ പണ്ട് വയനാട്ടിലല്ലായിരുന്നു? അതെ. ഒരു കിഴവി പൊമ്പറുന്നവരുടെ കൂടെ അല്ലയോ പയറ്റ് പഠിച്ചത്? കഴിവിനെടുത്ത് പഠിച്ചോണ്ട് വന്നോ? ഒരു ഇച്ചിരി സ്ഥലമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ, അതും പൂർത്തിയായി. സന്തോഷമായല്ലോ ചേട്ടാ. പോലീസ് എവിടെ പോലീസ്? ആരാ ചായക്കാരൻ അയ്യപ്പൻ? അയ്യോ സാറേ ഞാനല്ല അയ്യപ്പൻ. രാഘവൻ, കുഞ്ഞിരാമൻ, അബൂട്ടി എവരാ എല്ലാവരും? അയ്യോ അയ്യപ്പനെ ഞാൻ കാണിച്ചത് സാറേ. എവിടെ? എവിടെ അയ്യപ്പൻ ചേട്ടൻ? ഇപ്പൊ അങ്ങോട്ട് പോകുന്ന എവിടെ അങ്ങോട്ട്? അയ്യപ്പൻ ചേട്ടോ, ഇയാളൊരു നല്ല കാര്യത്തിന് വിളിച്ചാ കാണുകയില്ലാന്ന് വെച്ചാൽ എന്ത് ചെയ്യും? അയ്യപ്പൻ ചേട്ടോ, അയ്യപ്പൻ ചേട്ടാ. പോലീസ് പിടിച്ചായിരുന്നു. അയ്യോ മൂത്രപ്പഴ, ഇതിലും ഭേദം കോഴിക്കൂടായിരുന്നു കേട്ടോ. ചേട്ടാ ഇവൻ എവിടെ പോയി? അയ്യോ ഞാനല്ല. സാറ് പോയോ? അയ്യപ്പനാണ് ചപ്പം ഞാനല്ല, അയ്യപ്പനല്ല. എനിക്കവിടെ ആ പുല്ലിങ്ങല്ലേ എന്റെ പശു പട്ടിണിയായിട്ട് 3 ദിവസമായി. എന്നാ പൈസ പിടി. ഇനി എന്നെ ആർക്കും ഒരു പുല്ലും ചെയ്യാനൊക്കെയല്ല. അയ്യോ എന്നെ പിടിക്കാനൊക്കെ നീയാണല്ലേ അയ്യപ്പൻ? അയ്യോ സത്യമായിട്ട് ഞാനല്ല അയ്യപ്പ സ്വാമിയാണ്. സത്യം ഞാനല്ല അയ്യപ്പൻ. മാഷൊന്നും പറയണ്ട. കുറെ കാലമായി മാഷെ അവൻ എന്നെ ദ്രോഹിക്കാൻ തുടങ്ങിയിട്ട്. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഞാൻ 4 ചക്രം ഉണ്ടാക്കിയത് അവന് വാരിക്കൊരു കൊടുക്കണോ? ഞാൻ പട്ടിണി കിടന്നപ്പോ അവൻ എന്നെ സഹായിച്ചിട്ടുണ്ട് പോലും. ആർക്ക് വേണം അവന്റെ പൂത്ത ഇഡലി ഉണക്ക പൊട്ടും? ഞാൻ കാറ് വാങ്ങിച്ചപ്പോ അവനെ ഞാൻ കാറി കയറ്റി സവാരിക്ക് കൊണ്ടുപോയില്ല പോലും. അയ്യടാ, കാറി കയറ്റാൻ പറ്റിയ ഒരു സാധനം. അതല്ല, പോലീസുകാരുടെ നിന്ന് വല്ല അടിയൊടിയൊറ്റ കിട്ടി അയാൾ കിടപ്പിലായി പോയാൽ ഒരു കുടുംബം പട്ടിണിയായി പോവും. അതുകൊണ്ട് പറഞ്ഞതാ. നല്ലോണം 2 പൊട്ടിക്കാൻ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. മാഷിനറിയോ, 6 മാസമായി ഞാൻ ഈ വീട് വിൽക്കാൻ ശ്രമം തുടങ്ങിയിട്ട്. ഇതെങ്ങനെയെങ്കിലും ഒന്ന് വിറ്റിട്ട് വേണം എനിക്ക് എന്റെ പുതിയ വീട്ടിലേക്ക് താമസം മാറ്റാൻ. ഞാൻ എവിടെന്നെങ്കിലും കഷ്ടപ്പെട്ട് നല്ലൊരു പാർട്ടിയെ തപ്പിക്കൊണ്ടുവന്നാൽ ഉടനെ അയ്യപ്പൻ പാരയായിട്ട് ഇറങ്ങും. ഇവിടെ പ്രേതണ്ട്, പിശാചുണ്ട്, ചാത്തനുണ്ട്. മാഷെ ഒരു നിമിഷം പാടോ. മാഷേ, ഞങ്ങളൊരു സുപ്രധാന തീരുമാനം എടുത്തിരിക്കുകയാണ്. അതറിയിക്കാനാണ് മാഷ ഞങ്ങൾ ഇങ്ങോട്ട് വരുത്തിയത്. മാഷ് ആളൊരു ധീരനായതുകൊണ്ടും കിംവദന്തികളിൽ വീഴുന്ന ആളല്ലാത്തത് കൊണ്ടും ഈ ഭൂതപ്രേത പിശാചുക്കളിൽ വിശ്വാസമില്ലാത്തവനായതുകൊണ്ടും ഈ പുതുശ്ശേരി തറവാട് മാഷക്ക് കൈമാറാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. പാലക്കാട്ടുകാരനായ നിങ്ങൾ 7-8 കൊല്ലമായി ഞങ്ങളുടെ നാട്ടിൽ വന്ന് താമസിക്കുന്നു. മാനേജ്മെന്റ് സ്കൂൾ ആയതുകൊണ്ട് സ്ഥലം മാറ്റത്തിനും സാധ്യതയില്ല. ഇല്ല, സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന് മാഷക്ക് ആഗ്രഹമില്ലേ? ഇല്ലേ, എനിക്കെന്തിനാ ഇത്രയും വലിയൊരു വീട്? എന്റെ എവിടുന്ന ഇതിനും മാത്രം കാശ്? കാശിന്റെ കാര്യം നമുക്ക് പിന്നെ പറയാം.
ഈ വീട് സ്വന്തമാക്കാൻ മാഷക്ക് ഇഷ്ടമാണോ? അത് മാത്രം പറഞ്ഞാൽ മതി. അത് എന്നും നിങ്ങൾക്ക് ആ ചായക്കടയുടെ അടുക്കളയിൽ കഴിഞ്ഞു കൂടിയാ മതിയോ മാഷേ? അതല്ല. ഏതല്ല? നാട്ടിൽ എന്റെ പേര് കുറച്ച് സ്ഥലമുണ്ട്. അത് വിറ്റ് ഇവിടെങ്ങാനും കുറച്ച് സ്ഥലം വാങ്ങിച്ച് ഒരു ചെറിയ വീട് വെച്ച് താമസിക്കണമെന്നാണ് എന്റെ തീരുമാനം. ആണല്ലോ. ആ സ്ഥലം വിറ്റോളൂ. ആ കാശ് എത്രയാന്ന് വെച്ചാ അതെനിക്ക് തന്നോളൂ. ബാക്കി തുക 10 100 വർഷം കൊണ്ട് 5 10 വർഷം കൊണ്ട് കൊടുത്തു തീർത്താ മതി. ആ അങ്ങനെ കടമായിട്ട് എന്തോന്ന് കടം മാഷേ? അവകാശം പൂർണ്ണമായി മാഷുടെ പേർക്ക് ഞാൻ എഴുതി തരാം. പോരെ? അതിനെ പറ്റിയല്ല. കൂടുതലൊന്നും ഇങ്ങോട്ട് പറയണ്ട. എനിക്ക് മാഷ നല്ല വിശ്വാസമാണ്. ഈ ഇരവി രാമൻപിള്ള ഈ ദാസൻ മാസ്റ്റർക്ക് ഈ പുതുശ്ശേരി തറവാട് തന്നിരിക്കുന്നു. ഈ ഞാൻ സാക്ഷി. നിങ്ങൾക്ക് എന്താ മാഷെ പ്രാന്തുണ്ടാ? നിങ്ങൾ യുക്തിവാദിയാണെന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷെ ആ കാര്യം പുതുശ്ശേരി തറവാട്ടിൽ കുടിയിരിക്കുന്ന പ്രേതങ്ങൾക്ക് അറിഞ്ഞൂടല്ലോ. നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു. പ്രേതവും മണ്ണാങ്കട്ടി. ആ വീട് ഇടിച്ചു പൊളിച്ചാൽ എത്രായിരം രൂപ തല കിട്ടുമെന്നറിയാമോ? ഞാൻ വെറും മണ്ടനൊന്നുമല്ല. എനിക്ക് സൗകര്യമുള്ളപ്പോ പണം കൊടുത്ത് തീർത്താൽ മതിയെന്ന് അങ്ങനെ പറഞ്ഞത്. മാത്രമല്ല ഞാൻ ഈ കച്ചവടത്തിൽ സമ്മതിച്ചുകൊണ്ടാ നിങ്ങളുടെ പേരുള്ള കേസ് പിൻവലിക്കാൻ അങ്ങനെ സമ്മതിച്ചത്. ഞങ്ങളെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി നിങ്ങളുടെ തല കൊണ്ടുപോയി പ്രേതത്തിന് കൊടുക്കണോ മാഷേ? അതിപ്പോ ഇതൊന്നും ഇല്ലേലും സ്റ്റേഷനിൽ നിന്ന് ഞാൻ ഊരിപ്പോരും. അത് വേറെ കാര്യം. പോയിന്റ് മനസ്സിലായ? എന്നിട്ട് ഈ ധൈര്യം പോലീസിനെ കണ്ടപ്പോ കണ്ടില്ലല്ലോ അയ്യപ്പ. ദേ 4 പേര് കൂടുമ്പോ ഒരുമാതിരി മറ്റേ വർത്തമാനം പറയുന്നത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 10 കാശ് എന്നത് മതി മറ്റു കാര്യം. പുല്ലോ? ആ പുല്ല് കളി. കാര്യമായിട്ട് സംസാരിക്കുമ്പോ അലമ്പുണ്ടാക്കാണ്ടിരിക്കേണ്ട പിള്ളാച്ച. അല്ല, എത്ര ഉറുപ്പ്യക്കാ കച്ചവടം ഉറപ്പിച്ചേ? രൂപയൊക്കെ വളരെ കുറച്ചേ വേണ്ടു. എന്തെങ്കിലും ഒരു പ്രശ്നമില്ലെങ്കിൽ ആ കാട്ടുകളൻ വീട് നഷ്ടത്തിന് വിൽക്കുമെന്ന് മാഷക്ക് തോന്നുന്നുണ്ടോ? ജ്യോത്സ്യവിധി പ്രകാരം ആ വീട് താമസിക്കാൻ കൊള്ളില്ല എന്ന് തെളിഞ്ഞപ്പോഴാണ് അവൻ വിൽക്കാൻ തീരുമാനിച്ചത്. പോയിന്റ് മനസ്സിലായ? ചെലവാകാത്ത ഒരു സാധനം തലയെ കെട്ടിവെക്കാൻ അത്ര അന്തസ്സില്ലാത്തൊന്നും അല്ല ഇരുപിള്ള ചേട്ടൻ. അന്തസ് തെണ്ടി തിരിഞ്ഞ് നടന്നവനല്ലേ അന്തസ്. എന്റെ ഇടലിയും പൂട്ടില്ലായിരുന്നെങ്കിൽ അവൻ പണ്ടേ പട്ടിണി കിടന്ന് ചത്തേനെ. മാഷക്കറിയോ? പുതുശ്ശേരി തറവാട്ടിലെ ബാല്യക്കാരനായിരുന്നു ഇരവി. അന്ന് വെറും രവിയായിരുന്നു. ഇപ്പോഴല്ലേ ഇരവി ആയത്. മന്ത്രവാദം ചെയ്തല്ലേ കാർത്തിയാനിയമ്മയെ വശത്താക്കിയത്. 7 മാസം ഗർഭം വയറ്റിലുള്ളപ്പോഴാ കല്യാണം കഴിച്ചു കൊടുത്തത്. ഏതല്ല 4. ആ കാര്യം എന്നേക്കാൾ കൃത്യമായിട്ട് ദേ കുഞ്ഞിരാമൻ ചേട്ടൻ അറിയാം. ഞാൻ പറഞ്ഞ പോയിന്റ് എല്ലാം സത്യമല്ലേ ചേട്ടാ? അല്ലേ? അയ്യപ്പൻ ബിടായി അടിക്കുമെങ്കിലും അതെ, ഈ പറഞ്ഞതൊക്കെ സത്യമാ മാസ്റ്ററെ. കേട്ടല്ലോ മഴതേ അറിഞ്ഞുകൊണ്ട് കുടിച്ചാടരുത്. അവൻ ചതിയനാ. നിങ്ങൾക്ക് വല്ല അപകടം പറ്റാൻ ഞങ്ങൾക്ക് സങ്കടമുള്ള കാര്യമാണ്. എനിക്കൊന്നും പറ്റാൻ പോകുന്നില്ല. നിങ്ങളൊന്ന് ചുമ്മാ ഇരിക്കുന്നു. വരാനുള്ളത് വഴി തങ്ങൂലല്ലോ. മാഷയുടെ വിധി അതാണെങ്കിൽ നമ്മൾ നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? തീർന്ന മാഷേ? ഇയാൾ ചവിട്ടിക്കും. വരട്ടെ. ദൂരെയൊന്നും അല്ലല്ലോ, അടുത്തല്ലേ? ഇടയ്ക്കിടയ്ക്ക് വരാം. വരട്ടെ. അവിടെ വരട്ടെ ഏട്ടാ. അല്ല, എന്നാ ഞാൻ പോട്ടെ മാഷേ. ഇടയ്ക്കിടയ്ക്ക് വരണം. വരാം. മാഷേ, അത്യാവശ്യം ഇരിക്കാനും കിടക്കാനും വേണ്ടിയുള്ള ചില ഉപകരണങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഒന്നാം തരം കരിവീട്ടിയിൽ തീർത്ത ആനക്കുട്ടികൾ, ദാരുശില്പങ്ങൾ,
ഇതെല്ലാം ഇനി മാഷക്കുള്ളതാ. ഈ തറവാട് മാഷ് സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കിക്കൊള്ളണം. ഒരിക്കലും നോവിക്കരുത്, വിൽക്കരുത്, ഇടിച്ചു പൊളിച്ച് കളയേ വരുത്. താക്കോൽ. പോട്ടെ. കുടിച്ചത് മതി കേട്ടോ. എടേ, ഇന്ന് ആഘോഷിക്കേണ്ട ഒരു ദിവസമാ. ഞങ്ങൾ കുടിക്കും. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങൾ പെട്ട പാട് അത് ഞങ്ങൾക്ക് അറിയാവൂ. കൈമാറ്റം ചെയ്യാതെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പാടില്ലെന്നായിരുന്നു കണിയാൻ പറഞ്ഞത്. കേക്കടി. അമ്പമ്പോ എന്തൊക്കെ അത്യാഹിതങ്ങൾ നടക്കാനിരുന്നതാ. ഈ ഇരിക്കുന്ന പിള്ളേച്ചം വരെ തട്ടിപ്പോകേണ്ട കേസല്ലേ? പിള്ളേച്ച പിള്ളേച്ച ദോഷം വീടിനാണെങ്കിൽ അവിടെ താമസിക്കുന്ന ആർക്കും അപകടം വരാമെന്നല്ലേ ഉള്ളൂ. അതിപ്പോ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അറിഞ്ഞോണ്ടൊരു പാവത്തിനെ പറ്റിക്കായിരുന്നു അല്ലേ? അറിഞ്ഞോണ്ടാ കേറി പൊടിയാത്ത ആണുങ്ങൾ സംസാരിക്കുന്നിടത്ത് പെണ്ണുങ്ങൾക്ക് എന്താ കാര്യം? കുഞ്ഞെ, അയാൾ എന്തോന്നോ ഒരു വാദിയാ. യുക്തിവാദി. ആ കുന്തം തന്നെ. അങ്ങനെയുള്ളവർക്ക് ദോഷവും ശാപമൊന്നും ഏൽക്കില്ല. അല്ലേലും നേരും നെറിയൊക്കെ നോക്കിയാ ജീവിക്കാൻ പറ്റുമോ ചന്തുവേ? എന്തൊഴി ഒന്ന് നിർത്തുന്നുണ്ടോ? ഇല്ല, ഇന്ന് നേരം വെളുക്കുന്നത് വരെ ഞങ്ങൾ കുടിക്കും. ആ പണിക്കരേ, താരാ കുത്തിയോട്ടപ്പാട്ടൊന്ന് പാടിക്കേ. എന്തോന്ന് കുത്തിയോട്ടപ്പാട്ട്? നല്ല അസൽ സിനിമാ പാട്ട് തന്നെ പാടാം. ചന്തുപ്പണിക്കരെ വെറും പഴഞ്ചനാക്കല്ലേ പിള്ളേച്ച. എന്നാ തന്റെ വായി വരുന്ന അങ്ങോട്ട് പാടാ. വായിൽ വരുന്നതാ ചന്തുവിന്റെ പാട്ട്. ആ സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാ. ഇതാണോ? ഇത് തന്റെ ശവം അടക്കുമ്പം താൻ പോയി പാടറോ? ഈശ്വര, അവരൊന്നും വിടല്ലേ. റാണി ഉറങ്ങിയോ? അവൾക്ക് വലിയ വിഷമമുണ്ടെന്നാ തോന്നുന്നത്. മാഷൊരു മര്യാദക്കാരനായിരുന്നു. ചായപ്പിന്റെ അകത്ത് കേറിയ അങ്ങനെ ഒരാൾ അവിടെ കഴിഞ്ഞിരുന്നു എന്ന് പുറത്താരും അറിഞ്ഞിരുന്നില്ല. വില കണക്കാക്കിയിട്ടല്ല, ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെയാണല്ലോ ദിവസവും പാല് കാച്ചി കൊടുത്തോണ്ടിരുന്നത്. എല്ലാം വെള്ളത്തിലായോ എന്റെ പൊന്നു ചാലു? പെണ്ണിനെ ഇഷ്ടമാണേലും അല്ലേലും ഒന്നും പുറത്ത് പ്രകടിപ്പിക്കാത്ത തരക്കാരനാ. നിങ്ങൾക്കൊന്ന് ചോദിച്ചു നോക്കിയാൽ എന്താ? എനിക്കൊരു സംശയമുണ്ട് ജാനു. ആ കള്ളന ലവലാതി പിള്ളക്ക് മോളെ മാഷ തലയെ കെട്ടിവെച്ച് കൊടുക്കാൻ വല്ല ഉദ്ദേശമുണ്ടോ എന്ന്? ഇല്ലെങ്കിൽ പിന്നെ ഇത്രയും വിശ്വാസത്തിൽ ആ ഭാർഗവി നിലയം മാഷക്ക് എഴുതി കൊടുക്കോ? അങ്ങേര് വലിയ പണക്കാരൻ. മോൾക്കൊരു ചെറുക്കനെ കിട്ടാൻ എന്തോന്ന് അത്ര പാട്? മാഷയുടെ വില നിനക്ക് അറിഞ്ഞൂടാ. അങ്ങേരെ പോലെ അന്തസ്സുള്ള എത്ര പേരുണ്ട് ഈ നാട്ടില്. നീ മാഷ ഒന്ന് ചോദിക്കേ, റാണി ഇഷ്ടമാണോന്ന്? അത് ചോദിക്കാനൊന്നുമില്ല. പെണ്ണിന്റെ മട്ട് കണ്ട അറിഞ്ഞൂടെ? എന്നെ എപ്പ കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് നിനക്കൊന്ന് ചോദിക്കാവോ? നിങ്ങൾക്ക് ചോദിച്ചാൽ എന്താ? നിനക്ക് ചോദിച്ചാൽ എന്താ? നിങ്ങൾക്ക് ചോദിച്ചാൽ എന്താന്ന്? നിനക്ക് ചോദിച്ചാൽ എന്താ? നിങ്ങൾക്ക് ചോദിച്ചാൽ എന്താന്ന്? നിനക്ക് ചോദിച്ചാൽ എന്താടി? നിങ്ങൾ ചോദിച്ചാൽ മതി. സേതു, ഇന്നാണ് ഞങ്ങളുടെ അവസാനത്തെ ദിവസം. എന്താ, ഇന്ന് മരിക്കാൻ പോവാണോ? അല്ല, സേതുവിന് വേണ്ടി ഞങ്ങൾ മരിക്കാനും തയ്യാറാണ്.
പക്ഷെ ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു അവസാന തീരുമാനം ഇന്ന് ഞങ്ങൾക്ക് അറിഞ്ഞേ പറ്റൂ. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത് കോളേജല്ല വില്ലേജാണ്. കോളേജിലെ കളിയൊന്നും ഇവിടെ പറ്റില്ല. ഇത് കളിയല്ല, ജീവൻ മരണ പ്രശ്നമാണ്. എന്തെങ്കിലും ഒരു തീരുമാനം എന്ന് പറയാം. തീരുമാനമാണോ നിനക്കൊക്കെ അറിയേണ്ടത്? കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട്. ബാ. അളിയാ, നാടൻ എന്തായാലും നാടൻ തന്നെ. വണ്ടിക്കൂലി മുടക്കി ഇതുവരെ വന്നാലെന്താ? വേഷം മിനിങ്ങേറ്റ് പോവാലോ. കുറച്ചു ദിവസമായല്ലോ ഇവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങാൻ തുടങ്ങിയിട്ട്. നാട്ടുമ്പുറത്തെ കാറ്റൽപ്പം പെശകാണ്. അണ്ണാ മുടക്കല്ല അണ്ണാ, ഇത് നമ്മുടെ സ്ഥിരം പാർട്ടികളാണ്. എന്റെ അഞ്ഞില് പാർട്ടിയാടല്ലേ അണ്ണാ. നീ പോകാറുണ്ട് യവന്മാർ സമാധാനം പറയട്ടെ. എന്താ സാറിന് ഇപ്പൊ എന്താ വേണ്ടത്? ഇടാ, എന്റെ എരവി മുതലാളിയുടെ മകളുമായിട്ട് നിനക്കൊക്കെ എന്താണ് ബന്ധം? പിന്നെ ബന്ധുരമായ ബന്ധം, സന്തതമായ ബന്ധം, നിതാന്തമായ ബന്ധം. മനസ്സിലാകുന്ന ഭാഷയിൽ പറയടാ. താൻ ആര്? വില്ലേജ് ഓഫീസർ. പോവേ. ഞാൻ ആരാണെന്ന് നിനക്കറിയണോ? ഇഴിച്ച് കൂമ്പ് ഞാൻ കിടക്കും. താൻ കലക്കോ? പിന്നെ കലക്കും. നില്ല തമാശ കളയട്ടാ. ചേട്ടനത് അടി വെച്ചു കൊടുത്ത അവൻ ബാക്കി ഉണ്ടാവും. അവൻ വെള്ളത്തിന്റെ പുറത്ത് എന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ച് ചേട്ടനത് കാര്യമായിട്ടെടുത്തോ. അടിച്ചു തരത്തടാ. പീസായി പോ. ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ട് അച്ഛൻ വഴക്കിനൊന്നും പോകണ്ട. മിണ്ടാതിരിക്കടി. ഇന്ന് അവന്മാർ ഇത്രയും ചെയ്തു, നാളെ നടുറോട്ടിന് നിന്നെക്കാരെ പിടിച്ചാലോ? അവന്റെ ഒക്കെ കഷ്ടകാലം. എന്റെ പൊന്ന് എരവി മുതലാളി, അവന്മാര് സേതുക്കുഞ്ഞിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ വെച്ച് എനിക്ക് മുതലാളിയുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റത്തില്ല. എന്റെ ചോരയങ്ങ് തിളച്ച് കയറി. പിന്നെ എനിക്ക് കണ്ണൂടാ. ഞാൻ അങ്ങോട്ട് ഇടി തുടങ്ങി. ആദ്യത്തെ ഇടിക്ക് തന്നെ ഒരുത്തന്റെ മൂക്ക് ചപ്പി ചമ്മന്തിയായി. രണ്ടാമത് കൈ പൊക്കുന്നതിന് മുമ്പ് അവൻ മൂട്ടി വീണുപോയി. മറ്റവന്മാർ രണ്ടുപേരും എന്നെ കൊല്ലല്ലേ തോമേട്ടാന്നും പറഞ്ഞുകൊണ്ട് എടുത്താ ഓട്ടം. ഞാൻ വിടുവോ? കൂടെ വിട്ടു. ആ പൊളിഞ്ഞ പാലത്തിന്റെ അവിടെ കൊണ്ടിട്ട് പിടിച്ചു. അവന്റെ അടി വയറ് നോക്കി ഒറ്റ ചവിട്ട്. എന്റെ ഭാഗ്യത്തിന് അവൻ ചത്തില്ല. ചത്തില്ലേ? മറ്റവൻ നിന്ന് ഈയൽ വിറയ്ക്കുന്നത് പോലെ കിടുകിടുകിടുകിടാന്ന് വിറയ്ക്കുന്നത് കണ്ടപ്പോ സത്യത്തിൽ എനിക്ക് സങ്കടം വന്നു പോയി മുതലാളി. സങ്കടം വരും. എന്നാലും അവൻ ചെയ്ത തെറ്റിനെന്തെങ്കിലും ശിക്ഷ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? കൊടുത്തു ഒരെണ്ണം. ഏതായാലും നമ്മളല്പം മുൻകരുതലോടെ ഇരിക്കുന്നത് നല്ലതാ മുതലാളി. തോമ പോയിട്ട് നാളെ വാ. ഇന്ന് രാത്രി ഒന്ന് ഉറങ്ങി കിട്ടണമല്ലോ. ഉറങ്ങിക്കോ. ഒരു 100 200 രൂപയോ? അല്ല, മില്ലിക്കുള്ള കാശ്. മില്ലി അത് വരാ. രണ്ടുലുവയോ? 2 ഉലുവായിക്ക് ഉറങ്ങിയാ മതി. ആരാ അത്? ആരാ? ആരാ അത്? ആരാ? മാഷേ, മുട്ടി മുട്ടി മനുഷ്യന്റെ മുട്ടിയെ തൊലി പോയല്ലോ മാഷേ. നീ എന്താ ഈ പാതിരാക്ക്? സന്ധ്യ കഴിഞ്ഞ ബസ്സും കാറും കിട്ടാത്ത സ്ഥലമാണെന്ന് ഞാൻ അറിഞ്ഞു. വഴി ചോദിച്ചു 5-6 കിലോമീറ്റർ നടന്നു. ഭാഗ്യത്തിന് ഞാൻ കട അടച്ചില്ല. മാഷിന്റെ അന്യനെ അറിഞ്ഞപ്പോ നേരെ പൊക്കിക്കൊണ്ടിഞ്ഞു പോന്നു. നീ അകത്തേക്ക് വാ. അപ്പോ ഞാൻ പോട്ടെ. കാലത്ത് രണ്ടുപേരും കടയിലോട്ട് വരണം. ഇല്ലെങ്കിൽ പുട്ട് ചെയ്യാൻ ഞാൻ ഇങ്ങോട്ട് കൊടുത്തയക്കാം. വേണ്ട, ഞങ്ങൾ അങ്ങോട്ട് വരാം. അപ്പൊ ഞാൻ പോട്ടെ. വളരെ നന്ദി. അയ്യോ, ഇതിനൊക്കെ എന്ത് നന്ദി പറയാൻ. അല്ല, അയ്യപ്പൻ ഞാൻ ഒറ്റയ്ക്ക് പോകാൻ പേടിയൊന്നുമില്ലല്ലോ? എനിക്ക് എന്ത് പേടി. അല്ല, ഇനി മാഷൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ കവല വരെ എന്റെ കൂടെ വരാ. നടക്കണമെന്നില്ല. ഇല്ലേ? എന്നാ വേണ്ട.
നരസിംഹശ്ച വാമല. ഇതൊരുമാതിരി കോട്ട പോലെ ഉണ്ടല്ലോ. ചേട്ടന് ഒറ്റയ്ക്കോടെ താമസിക്കാൻ പേടിയാവില്ലേ? പേടിയോ? നീ പകല് നോക്കണം കോട്ടയാണോ കൊട്ടാരാണോ എന്ന്. ആ പിന്നെ അമ്മയ്ക്ക് അസുഖമൊന്നുമില്ലല്ലോ. ആ വാദത്തിന്റെ പഴുപ്പ് ഇതുവരെ മാറിയിട്ടില്ല. കുട്ടിരാമൻ വൈദ്യരുടെ ചികിത്സയില്ല. നീ വല്ലതും കഴിച്ചോ? എനിക്കൊന്നും കഴിക്കുകയും വേണ്ട കുടിക്കുകയും വേണ്ട. ഒന്ന് കുളിച്ചിട്ട് എവിടെയെങ്കിലും ഒന്ന് കിടന്നാ മതി. നീ വാ. നിക്ക്. സത്യം പറയണം, ഇതെങ്ങനെ സംഘടിപ്പിച്ചു? ലോട്ടറി അടിച്ചോ? അതൊക്കെ വലിയ വലിയ കഥകളാ മോനെ, വിസ്തരിച്ച് പറയേണ്ട കാര്യ. മേ കമിൻ സാർ? യെസ് കം ഇൻ. ഗുഡ് മോർണിംഗ് പറയണേ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. സാർ അനിശ്ചിത കാലത്തേക്ക് ഞങ്ങളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു നോട്ടീസ് ബോർഡിൽ കണ്ടു. കണ്ടത് സത്യമാണ്. എന്താ സാർ കാര്യം? കാര്യം നിങ്ങളോട് അന്വേഷിക്കാമെന്ന് കരുതി ക്ലാസ്സിൽ നോക്കിയപ്പോൾ അടുത്ത കാലത്തൊന്നും ക്ലാസ്സിൽ കാണാറില്ല എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. അയ്യോ, ഇത് ആര് പറഞ്ഞു സാർ? എന്താ, സത്യമല്ലേ? അല്ല സാർ, പിന്നെ ഇവിടെ പലർക്കും ഞങ്ങളോട് അസൂയുണ്ട് സാർ. കാരണം ഞങ്ങള് ഈ സബ്ജക്റ്റിലൊക്കെ മറ്റുള്ളവരെക്കാൾ ഷൈൻ ചെയ്യാറുണ്ട് സാർ. എന്താ നിങ്ങളുടെ സബ്ജക്ട്? കെമിസ്ട്രി, മാത്തമാറ്റിക്സ്. നിങ്ങളുടെ സബ്ജക്ട് എന്താണെന്ന് നിങ്ങൾക്ക് വല്ല പിടിയുണ്ടോ? കെമിസ്ട്രി മെയിൻ, ഫിസിക്സ്, മാത്സ് സബ്. ഓഹോ, പക്ഷേ ഞാൻ കേട്ടിട്ടുള്ളത് നിങ്ങളുടെ സബ്ജക്ട് വേറെന്തൊക്കെയാണെന്നാ. അതുകൊണ്ടാണ് സസ്പെൻഡ് ചെയ്തത്. സൂവോളജി ക്ലാസ്സിലെ സേതുഭായി എന്ന കുട്ടിയെ നിങ്ങൾ എന്താ പറയണം. ആരാ സാർ ഈ സേതുഭായി? അങ്ങനെ എടുത്തിയാൽ ഞങ്ങൾ അറിയത്തോലും ഇല്ല സാർ. എന്നാൽ ആ കുട്ടിക്ക് നിങ്ങളെ അറിയാം. മാനേജ്മെന്റിൽ നിന്നുള്ള ശക്തമായ നിർദ്ദേശമുണ്ടായപ്പോഴാണ് ഞാൻ നിങ്ങളെ സസ്പെൻഡ് ചെയ്തത്. സേതുഭായിയുടെ അച്ഛൻ പാരന്റ്സ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. സാർ അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ പലവിലും അംഗങ്ങളാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഭൂരിപക്ഷമുള്ള ഒരു വിദ്യാർത്ഥി സംഘടന വെറുപ്പിക്കുന്ന അത്ര നല്ലതല്ല. ആർക്ക് നല്ലതല്ല? അല്ല, പൊതുവെ അങ്ങനെ നല്ലതല്ലെന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം. ഞങ്ങൾ ആത്മാർത്ഥമായി ഇവിടെ പഠിക്കാൻ വന്നവരാണ്. ഓരോ അപഖ്യാതി പറഞ്ഞുണ്ടാക്കി ഞങ്ങളെ സസ്പെൻഡ് ചെയ്താൽ അതിന് തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശരി, തൽക്കാലം നിങ്ങൾക്ക് പോവാം. സസ്പെൻഷൻ പിൻവലിക്കണം സാർ. പോകാനാണ് പറഞ്ഞത്. പ്രത്യാഘാതങ്ങൾ അലവലാധികം. അല്ല സാർ, നാളെ സ്വന്തത്തിലുള്ള ഏതെങ്കിലും അച്ഛനെ വിളിച്ചോണ്ടാ മതിയോ? ആപ്പിലായല്ലോ. ക്ലാസ് കട്ട് ചെയ്യുന്ന പോലെ അല്ലല്ലോ സസ്പെൻഷൻ. ഇനിയിപ്പോ വീട്ടിലെറിയും, അന്വേഷണമാവും, ചെലവിനുള്ള കാശിന്റെ വരവും നിൽക്കും. നിനക്കിവിടെ ഭൂരിപക്ഷമുള്ള ഏതോ വിദ്യാർത്ഥി സംഘടന അംഗത്വം ഉണ്ടെന്ന് പ്രിൻസിപ്പാളിനോട് വെച്ച് കാച്ചുന്നുണ്ടല്ലോ. ഏതാ സംഘടന? എന്ത് സംഘടന? ചുമ്മാ വിരട്ടി നോക്കിയല്ലേ. ഏതായാലും ആ പ്രിൻസിപ്പൽ നമ്മളെ ഗെറ്റ് ഔട്ട് അടിച്ചത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്തായാലും ആ പെണ്ണിനെ ഞാൻ വെറുതെ വിടില്ല. നിങ്ങൾ വെക്കുള്ളൂ. ഏത് മാത്രം ഇവിടെ നിൽക്കട്ടെ, ഞാൻ കുറച്ച് സംസാരിക്കാനുണ്ട്. സന്തോഷമായല്ലേ? ഞങ്ങളുടെ ജീവിതം അവതാളത്തിലാക്കിയില്ലേ? പെങ്ങളെ, ഞങ്ങളോട് ഈ കടുങ്കൈ വേണ്ടായിരുന്നു. ഞങ്ങൾ വെറുതെ എന്തെങ്കിലും തമാശക്ക് സംസാരിച്ചു. ഞാൻ സീരിയസ് ആയിരുന്നു. നിങ്ങൾ ആ തോമയോട് വഴക്കുണ്ടാക്കി എന്തിനാ? അങ്ങേരെ അച്ഛനോട് എന്തൊക്കെയോ ഒന്ന് പറഞ്ഞു കൊടുത്തു. അല്ലാതെ എനിക്കൊന്നും അറിയില്ല. ഞങ്ങൾക്കിപ്പോ അതിൽ നിന്ന് എങ്ങനെയും ഒന്ന് രക്ഷപ്പെടണമല്ലോ. എന്താ ഒരു വഴി? അച്ഛനെ കൊണ്ട് കംപ്ലൈന്റ് പിൻവലിപ്പിക്കണം. അപ്പോ സേതു അച്ഛനോടൊന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ഒന്നും നടക്കില്ല. സ്വല്പ ദുരഭിമാനമൊക്കെ ഉള്ള കൂട്ടത്തിലെ അച്ഛൻ. ചെന്ന് സോറി പറഞ്ഞാൽ ചിലപ്പോ രക്ഷ കിട്ടും. അച്ഛനാണെങ്ങനെ? നല്ല തടിയനാണോ? ആ തോമയുടെ കയ്യിന്ന് നല്ലോണം കിട്ടിയല്ലേ? ആര് പറഞ്ഞു? ഞങ്ങൾ അവരെ ഇടിച്ച് പരത്തിയിട്ടാ പോകുന്നത്. ഞാൻ അറിഞ്ഞു. വേണണ്ടില്ലേ കുട്ടി താറാ? അറിയാ, നമ്മളെ സസ്പെൻഡ് ചെയ്തു എന്നുള്ള സെന്റിമെന്റ്സ് വെച്ച് സേതുമായിട്ടൊരു ലവ് ട്രാക്ക് വർക്ക് ചെയ്താലോ? നമ്മുടെ ആത്മാർത്ഥ ഒന്നും എവളുമാർക്ക് മനസ്സിലാവില്ല. കളഞ്ഞിട്ട് വാ.